ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൽ കെ സുധാകരനുള്ള സ്ഥാനം ചെറുതല്ല എന്ന് ആരെക്കാളും നന്നായി അറിയുന്നതാണ് ഹൈക്കമാൻഡിന്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ ഒരു വിഷയവുമായി ഹൈക്കമാൻഡിനെ സമീപിച്ചപ്പോൾ ഒരിക്കലും കോൺഗ്രസ് വിട്ടുപോകരുതേ എന്നും അതിന് എന്ത് വിട്ടുവീഴ്ച, അതായത് MLA നിയമസഭയിലേക്ക് മത്സരിക്കുന്നതൊഴിച്ച് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ അമരക്കാരനുമായ രാഹുൽ ഗാന്ധിയും കെ സുധാകരനെ വിളിച്ച് പ്രത്യേകം നിർദ്ദേശിക്കുകയും പാർട്ടി വിട്ട് ഒരു കാരണവശാലും പോകരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തത്. അതിന് കേരളത്തിലെ ചില നേതാക്കന്മാർ, അതായത് രമേശ് ചെന്നിത്തലയും AK ആന്റണിയും ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളിൽ ചിലർ കെ സുധാകരനോട് ഒപ്പമായിരുന്നു എന്ന് കെ സുധാകരൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കെ സുധാകരനുമായി എപ്പോഴും ശണ്ട കൂടിയിരുന്ന, കെ സുധാകരനെ വലിയ മതിപ്പൊന്നുമില്ലാത്ത ഒരാളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. VD സതീശനും കെ സുധാകരനുമായി പലപ്പോഴും കൊമ്പ് കോർക്കുന്ന രംഗങ്ങൾ തന്നെ നമ്മൾ തന്നെ കണ്ടതാണ്. അതായത് കെ സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ആരാണ് മൂത്തത് എന്നുള്ള ഒരു മൂപ്പിളമ തർക്കം ഇരുവർക്കും തമ്മിൽ ഉണ്ടായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പല ഉപതെരഞ്ഞെടുപ്പുകളും കഴിയുമ്പോൾ അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനെ ചൊല്ലി തന്നെ ഇവർ തമ്മിൽ വലിയ തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ VD സതീശന് കെ സുധാകരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. അതിനെ പലവരു തടയാൻ ശ്രമിച്ച ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളുമാണ് VD സതീശൻ. അതായത് ഏറ്റവും അവസാനവും VD സതീശൻ പറഞ്ഞത് ഒരു പാർലമെന്റ് അംഗത്തിനെയും കേരളത്തിലേക്ക് അടുപ്പിക്കില്ല, ഒരാൾക്ക് നിയമസഭയിൽ ടിക്കറ്റ് കിട്ടില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പലവരു VD സതീശൻ പറയുകയും ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ചിലപ്പോൾ കെ സുധാകരന് വിനയായിട്ട് ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ ഏറെ കേൾക്കുന്നത്. എന്നാൽ കെ സുധാകരൻ എന്ന കോൺഗ്രസ്സുകാരൻ കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാതെ, കോൺഗ്രസിൽ തന്നെ ഇത്രയും വലിയ പ്രതിസന്ധികളിലും കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാതെ, കോൺഗ്രസിനെ പരോക്ഷമായി പോലും വിമർശിക്കാതെ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കുക മാത്രമല്ല, കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളിലും കണ്ണൂർ അടക്കമുള്ള, പേരാവൂർ അടക്കമുള്ള, അതായത് KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന പേരാവൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ താൻ പ്രചാരണത്തിനെത്തുമെന്നും കോൺഗ്രസ് തന്റെ ജീവശ്വാസമാണ് എന്നും പറയാൻ കരുത്തുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ. ഒരുപക്ഷെ കണ്ണൂരിൽ കെ സുധാകരനെ പോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവിടെ കോൺഗ്രസിന് തന്നെ വേരോടിക്കാൻ കഴിയുമായിരുന്നില്ല എന്നത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ കെ സുധാകരനെ മാറ്റിവെച്ച് ഒരു ചർച്ചയ്ക്കും ഹൈക്കമാൻഡോ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളോ മുന്നോട്ട് വരികയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി വരാൻ പോകുന്നത്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF ആണ് അധികാരത്തിലേക്ക് വരുന്നത് എങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു തർക്കം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തർക്കത്തിലേക്ക് പ്രധാനമായി എത്തേണ്ടത് രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഒരു ചാൻസ് വീണില്ല എങ്കിൽ KPCC പ്രസിഡന്റ് ഒരു കൈ നോക്കാവുന്നതാണ്. അങ്ങനെ 4 പേരോളം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളുടെ താല്പര്യം കൂടി ഹൈക്കമാൻഡ് തേടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ കെ സുധാകരൻ ആദ്യം വെട്ടുക VD സതീശനെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാൽ തനിക്കത് ദോഷമാകുമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ആദ്യം വെട്ടുക VD സതീശനെ ആയിരിക്കും. മറ്റ് ആർക്കാണ് പിന്തുണ നൽകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മിക്കവാറും രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും കെ സുധാകരന്റെ പിന്തുണ എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും അങ്ങനെ നിയമസഭയിൽ UDFന് ഭൂരിപക്ഷം ലഭിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും കെ സുധാകരൻ VD സതീശനെ തഴയുകയും രമേശ് ചെന്നിത്തലയെ കൊള്ളുകയും ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്തരത്തിലുള്ള ചില നിലപാടുകളാണ് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും കെ സുധാകരൻ പരസ്യമായി ചർച്ചകളിൽ, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന വേദികളിലൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില ആളുകൾ, കോൺഗ്രസിലെ ചില മുതിർന്ന ആളുകൾ തനിക്കെതിരെ നിന്നതാണ് തനിക്ക് ഏറ്റവും വലിയ വിപത്തായത് എന്നാണ് കെ സുധാകരൻ പലവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ വരുമ്പോൾ
സ്വാഭാവികമായും കെ സുധാകരൻ ആദ്യം വെട്ടുക വി ഡി സതീശനെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.